ചക്കരക്കുടത്തിൽ കൈയിടാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കും DCC അധ്യക്ഷന്മാരെയൊക്കെ പരിഗണിക്കപ്പെടാൻ വേണ്ടിയുള്ള മത്സരം കനക്കും എന്ന് തന്നെ നമ്മൾ കാണേണ്ടത്. പിന്നെ ഇതൊന്നും നോക്കാതെ കണ്ണടച്ച് ഏതെങ്കിലും ഒരു നേതാവിനെ പ്രഖ്യാപിച്ച് അതിലേക്ക് എത്തുക എന്നതാണ് കോൺഗ്രസിന് ചെയ്യാവുന്നത്. പക്ഷേ അവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും KC വേണുഗോപാലിന് താല്പര്യമില്ലാത്ത ആരും ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയില്ല എന്നാണ്. കൊടിക്കുന്നിൽ സുരേഷ് ദീർഘകാലമായി ആവശ്യപ്പെടുന്നതാണ് തന്നെ KPCC അധ്യക്ഷനാക്കണമെന്ന്. കാരണം അതിന് അദ്ദേഹം പറയുന്നത്, ഞാനൊരു ദളിതനാണ്, ഒരു ദളിതനെ KPCC അധ്യക്ഷനാക്കിയാൽ അതിൻ്റെ ഗുണം കോൺഗ്രസ്സിന് ആകെ മൊത്തം കിട്ടുമെന്നാണ്. മാത്യു കുഴൽനാടനാണ് സാധ്യത വളരെ കൂടുതൽ. കാരണം മാത്യു കുഴൽനാടന് വേണ്ടി ആരുണ്ടടാ തമ്പുരാൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇപ്പോൾ അടിയിൽ വെച്ചിപ്പോ എന്ന് പറഞ്ഞ് ചാടി വീണ ഒരു പോരാളിയാണ് ഈ മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടന് കുറച്ചുകൂടി സാധ്യതയുണ്ട്. നമസ്കാരം. കോൺഗ്രസിന്റെ മുന്നിൽ അടുത്ത തലവേദന എന്ന് പറയുന്നത് ഒരു KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസം ഓരോ നേതാക്കന്മാരാണ് അവകാശവാദമായിട്ട് വരുന്നത്. അതിലിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ, ബെന്നി ബെഹനാനുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, അങ്ങനെ 7-8 നേതാക്കന്മാർ ഓൾറെഡി ക്യൂവിലാണ്. ഇതിൽ തന്നെ പലരും MP-മാരാണ്. നമുക്കറിയാം, ഭരണം കിട്ടി നിൽക്കുന്ന ഒരു സമയമാണ്. വളരെ ആലോചിച്ച് തന്ത്രപൂർവ്വം എടുക്കേണ്ട ഒരു തീരുമാനമാണ് നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്. മുൻകാലങ്ങളിലെ പോലെയല്ല. ഈ ഭരണം ഉള്ളതുകൊണ്ട് തന്നെ പ്രവർത്തകരെ തള്ളിക്കയറ്റം കൂടും. ഇവരെല്ലാം ഒന്നിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാൻ മാത്രം തന്ത്രശാലിയായ ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് കീറാമുട്ടി തന്നെയാണ്. ഒരു ഒറ്റ പേരിലേക്ക് എത്താനുള്ള സാധ്യതകൾ എത്രത്തോളം പ്രായോഗികമാണ്? ഒറ്റപ്പേരിലെത്തുന്നത് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് കോൺഗ്രസ്സാണ്, ഭരണമുള്ള സമയമാണ്. താങ്കൾ പറഞ്ഞ പോലെ ഭരണമുള്ള സമയത്ത് വളരെ ജാഗ്രതയോടുകൂടി നീങ്ങേണ്ടതാണെന്നുള്ളത് കൊണ്ട് തന്നെ പല നേതാക്കന്മാരും വളരെ ജാഗ്രതയോടുകൂടി KPCC അധ്യക്ഷനാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമത്തിലാണ്. കൊടിക്കുന്നിൽ സുരേഷ് ദീർഘകാലമായി ആവശ്യപ്പെടുന്നതാണ് തന്നെ KPCC അധ്യക്ഷനാക്കണമെന്ന്. കാരണം അതിന് അദ്ദേഹം പറയുന്നത്, ഞാനൊരു ദളിതനാണ്, ഒരു ദളിതനെ KPCC അധ്യക്ഷനാക്കിയാൽ അതിൻ്റെ ഗുണം കോൺഗ്രസ്സിന് ആകെ മൊത്തം കിട്ടുമെന്നാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് KPCC അധ്യക്ഷനാക്കൂ, കേരളത്തിലെ കോൺഗ്രസ്സിനെ രക്ഷിക്കൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ കുറച്ചും കൂടി ആളുകൾക്കിടയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള വലിയ അവസരമാണിത്, പ്രത്യേകിച്ചും ഭരണമൊക്കെ കിട്ടിയ സമയത്ത്. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ വന്ന് മന്ത്രിയാവാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മന്ത്രിയാവാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ സർക്കാരിനെ ആകെ മൊത്തം നിയന്ത്രിക്കുന്ന KPCC അധ്യക്ഷനാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. അതിനുവേണ്ടി ഒറ്റയ്ക്ക് തന്നെ അദ്ദേഹം ഖർഗേനെ കാണുന്നുണ്ട്, ഹൈക്കമാൻഡിൻ്റെ പലരെയും കാണുന്നു. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഒക്കെ ചേർന്നതാണല്ലോ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഭാഗത്തൊരു ആൾ നീക്കം നടത്തുന്നു. ഇപ്പം ഇന്ന് വരുന്ന വിവരം എന്ന് പറയുന്നത് അടൂർ പ്രകാശ്, അദ്ദേഹം ഇപ്പോൾ UDFൻ്റെ കൺവീനറാണ്, അദ്ദേഹവും MP-ആണ്. പക്ഷെ അദ്ദേഹവും ഇപ്പം ദേശീയ നേതൃത്വത്തെ കണ്ട് തനിക്ക് KPCC അധ്യക്ഷനാവാൻ താല്പര്യമുണ്ട് എന്നറിയിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഒരു ഈഴവ പ്രതിനിധിയായിട്ടാണ്. അപ്പോൾ ഈഴവർക്ക് വലിയ പ്രാധാന്യമില്ല എന്നുള്ള ചർച്ചകൾ നമ്മൾ എയറിലിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം തനിക്ക് ഉടൻ തന്നെ KPCC അധ്യക്ഷനാക്കി തന്നെ മാറ്റിയാൽ ഈഴവ പ്രാതിനിധ്യമില്ല എന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് ശിവകുമാറാണ്. നേരത്തെ മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്, ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നതാണ്. ശിവകുമാറിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം തോറ്റുപോയിട്ടുണ്ട്. ഇത് ജയിച്ചില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട്, അരുവിക്കരയിൽ തോറ്റുപോയി എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ KPCC പ്രസിഡന്റ് ആക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. മറ്റൊരു KPCC അധ്യക്ഷനായി ഉയർത്തി കാണിക്കുന്ന നേതാവ് മാത്യു കുഴൽനാടനാണ്. നമ്മൾ ഈ UDF അധികാരത്തിൽ വരും എന്നുള്ളൊരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നമ്മൾ കരുതിയത് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചതും പ്രത്യേകിച്ചിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾ നടത്തുന്ന ഈ എക്സാലോജി കമ്പനിക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്ത നേതാവ് MLA മാത്യു കുഴൽനാടനാണ്. അപ്പോൾ മാത്യു കുഴൽനാടൻ്റെ വലിയ നീക്കം ഒരുപക്ഷെ കേരളത്തിൽ UDFന് തിരിച്ച് അധികാരത്തിൽ വരാനൊക്കെ കഴിഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇത്തവണ മന്ത്രിയാകാൻ പറ്റില്ല. പകരം അങ്കമാലി MLA റോജി M. ജോണാണ് മന്ത്രിയായത്. വീതമ്പപ്പിൽ പലതരത്തിൽ പല സാമൂഹിക സമവാക്യങ്ങളൊക്കെ പരിഗണിച്ചപ്പോൾ മാത്യു കുഴൽനാടൻ്റെ പേര് ലിസ്റ്റിൽ പോലും വന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ തലപ്പത്തേക്ക് വരാനുള്ള നീക്കത്തിലാണ്. അദ്ദേഹം MLA ആണെങ്കിൽ പോലും അദ്ദേഹം പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രത്യേകിച്ചും ഒരു ക്രൈസ്തവനെ പ്രസിഡൻ്റാക്കണം എന്നുള്ള തീരുമാനത്തിലാണ്. കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്തായിരുന്നു അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ, സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കുന്നത്. അപ്പോൾ സണ്ണി ജോസഫ് ഇപ്പം പേരാവൂരിൽ നിന്ന് ജയിക്കുകയും അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വന്നതോടുകൂടിയാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കണ്ടെത്തേണ്ട അവസ്ഥ വന്നിരിക്കുക. അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയിൽ മറ്റൊരു പ്രസിഡന്റിനെ കണ്ടെത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനിടയിൽ ഷാഫി പറമ്പിലിനെ പ്രസിഡൻ്റാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഭാഗം വരുന്നു. അതുപോലെ തന്നെ
ജോസഫ് വാഴക്കൻ ഏറ്റുമാനൂർ സ്ഥാനാർത്ഥിയായതാണ്. അതിന് മറ്റു പല സമവാക്യങ്ങളൊക്കെ പാലിക്കേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് നാട്ടകം സുരേഷിനെ അവിടെ സ്ഥാനാർത്ഥിയാവുകയും അദ്ദേഹം പിൻവലിയുകയാണ് ചെയ്തത്. കാരണം ഈഴവക്ക് കൂടുതൽ വോട്ടുള്ള സ്ഥലമാണ് ഏറ്റുമാനൂരെന്നും, അതുകൊണ്ട് ഒരു ഈഴവ പ്രതിനിധി തന്നെ മത്സരിച്ചാൽ മാത്രമേ അവിടെ ജയിക്കൂ എന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ് ആ സ്ഥാനാർത്ഥിയായി വരുന്നത് സുരേഷ് ജയിച്ചു. അപ്പോൾ ഇപ്പം ആകെയുള്ളൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ 7 DCC അധ്യക്ഷന്മാരുടെ ഒഴിവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ്റെ ഒഴിവുണ്ട്. പിന്നെ ജനറൽ സെക്രട്ടറിമാർ ചില ആൾക്കാർ മന്ത്രിയായിട്ടുണ്ട്. അവരും ചിലപ്പോൾ സംഘടനാ രംഗത്ത് മാറി നിന്നിട്ട് ആ സ്ഥാനത്തും പുതിയ ആൾക്കാർ വരേണ്ടി വരും. പ്രത്യേകിച്ചിട്ടും ഭരണത്തിൽ വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ എല്ലാവർക്കും ഇപ്പോൾ ഈ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് കുറച്ചും കൂടി താല്പര്യമാണ്. കാരണം ഭരണത്തിൽ നേരിട്ട് കൈയിട്ട് വരാൻ പറ്റും. ചക്കരക്കുടം മുന്നിൽ നിൽക്കുന്നു, ആർക്ക് വേണം കൈയിടാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ചക്കരക്കുടത്തിൽ കൈയിടാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കും DCC അധ്യക്ഷന്മാരെയൊക്കെ പരിഗണിക്കപ്പെടാൻ വേണ്ടിയുള്ള മത്സരം കനക്കും എന്ന് തന്നെ നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെയും കണ്ടെത്തേണ്ടതുണ്ട്. അവിടെയും വലിയ തള്ളിക്കയറ്റമൊന്നും ഇല്ലെങ്കിൽ പോലും ചിലർക്കൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ ബിനു ചുള്ളിയിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അദ്ദേഹത്തെ OJ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ മറ്റൊരു പേര് എന്ന് പറയുന്നത് വിനോദ് ചുള്ളിയിലാണ്. അപ്പം വിനോദ് ചുള്ളിയിലേക്കും ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം KC വേണുഗോപാലാണ് ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നത്. അത് KPCC അധ്യക്ഷൻ്റെ ആയാലും ശരി, ഇവിടെ മന്ത്രിമാരുടെ നിയമനമായാലും ശരി, എല്ലാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതൊക്കെ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം തീർച്ചയായും ഇവിടെ പാർട്ടിയിൽ കുറച്ചും കൂടി മേൽക്കൈ നേടാൻ വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ്. കാരണം അദ്ദേഹം കൂടുതൽ MLA-മാരുടെയൊക്കെ പിന്തുണയുണ്ടായിട്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവാൻ പറ്റാതെ പോയതിൻ്റെ ചില മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആളാണ്, നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ രീതിയിൽ ഇതിൽ ഇടപെടും. അദ്ദേഹത്തിന് താല്പര്യമുള്ളവരായിരിക്കും മിക്കവാറും DCC അധ്യക്ഷന്മാരാക്കുന്നത്. അതുപോലെ തന്നെ KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന് താല്പര്യപ്രകാരമായിരിക്കും. അങ്ങനെ വന്നാൽ മിക്കവാറും മാത്യു കുഴൽനാടനാണ് സാധ്യത വളരെ കൂടുതൽ. കാരണം മാത്യു കുഴൽനാടന് വേണ്ടി ആരുണ്ടടാ തമ്പുരാൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇപ്പം അടിയിൽ ലച്ചിപ്പോ എന്ന് പറഞ്ഞ് ചാടി വീണ ഒരു പോരാളിയാണ് ഈ മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടന് കുറച്ചുകൂടി സാധ്യതയുണ്ട്. പക്ഷേ എത്രത്തോളം മറ്റ് നേതാക്കന്മാർ അത് അംഗീകരിക്കുന്ന അറിയില്ല. എങ്കിലും മാത്യു കുഴൽനാടനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നല്ല. പക്ഷേ ഇത് അത്ര പെട്ടെന്നൊന്നും തീരും എന്ന് വിചാരിക്കുകയും വേണ്ട. വലിയ രീതിയിലുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉയരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഡൽഹിയിൽ ചർച്ചയ്ക്ക് പലരും പോയി കിടക്കുന്നുണ്ട്. ഇന്നിതാ മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലെത്തും. തീർച്ചയായും AICC നേതാക്കന്മാരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ KPCC ഭാരവാഹികൾ നിയമനം, അതുപോലെ തന്നെ DCC പുനഃസംഘടന, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ആര് വരണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും. ഇപ്പോൾ സംഘടനാ ചർച്ചകൾ അതിശക്തമായി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു വേണം കരുതാൻ. ഇവർക്കിടയിൽ തന്നെയുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പദവി എന്നുള്ളൊരു സംഭവം. അതിൽ MP ആയുള്ളവരുണ്ട്, മറ്റ് ചുമതലകൾ ഓൾറെഡി വഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ പരിഗണിക്കാതെ ഒന്നുമില്ലാത്തവരെ കൊണ്ടുപോകാം എന്നുള്ളൊരു അഭിപ്രായം ഓൾറെഡി ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒറ്റ പദവി മാത്രം നോക്കുമ്പോൾ ഇതിൽ ഈ പറഞ്ഞവരിൽ പലരും ഔട്ടാവും. അല്ല, പലരും ഔട്ടാവുന്നില്ല. ഇപ്പം ജോസഫ് വാഴക്കനും അതുപോലെ ശിവകുമാറിനും മാത്രമാണ് ഇപ്പം പദവികളൊന്നും ഇല്ലാത്തത്. അതുകൊണ്ട് ചിലപ്പോൾ ഈ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ പരിഗണിക്കണം എന്നുള്ളതാണ് ആവശ്യം. പക്ഷേ ഒരു ക്രിസ്ത്യാനി തന്നെ വീണ്ടും അധ്യക്ഷനായി തുടരട്ടെ എന്ന് തീരുമാനിച്ചാൽ അത് ജോസഫ് വാഴക്കനിലേക്കാണ് വന്നു ചേരുക. അതല്ല ഇപ്പം തൽക്കാലം MP-മാരാരും വേണ്ട. കാരണം MP-മാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഡൽഹിയിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് MP-മാരാരും ഈ പദവിയിലേക്ക് വരണ്ടെന്നും MLA-മാരെ വേണമെങ്കിൽ പരിഗണിക്കാം എന്ന ഒരു തീരുമാനം ഉണ്ടായാൽ തീർച്ചയായും അത് മാത്യു കുഴൽനാടനിൽ വന്ന് ചേരും എന്നുള്ളതാണ് അവനെ മനസ്സിലാക്കേണ്ടത്. കാരണം മാത്യു കുഴൽനാടനോട് KC വേണുഗോപാലിന് കുറച്ചും കൂടി താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അമിതമായ വാത്സല്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മാത്യു കുഴൽനാടൻ വരാനാണ് അതിൽ സാധ്യത. പക്ഷേ ഈ സംഘടനയെ പ്രത്യേകിച്ചിട്ടും ഭരണം കൂടി ഉള്ളത് കൊണ്ട് ഈ സംഘടനയെ അത്ര എളുപ്പത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്യു കുഴൽനാടന് പറ്റുമോ എന്ന് ചോദിച്ചാൽ മാത്യു കുഴൽനാടൻ ചിലപ്പോൾ പറ്റില്ല എന്ന് വരും. കാരണം ഒന്ന്, ഈ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന അതിരൂക്ഷമായ 11 ദിവസത്തെ വലിയ കലാപമുണ്ട്. ഈ കലാപത്തിൽ മാത്യു കുഴൽനാടൻ ഒരു അബദ്ധം പറഞ്ഞു. കാരണം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടായിരുന്നു. മുസ്ലിം ലീഗ് എന്തിനാണ് കോൺഗ്രസിൻ്റെ വിഷയങ്ങൾ ഇടപെടുന്നതെന്നും അവരുടെ സംഘടനാപരമായ കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടാറില്ലല്ലോ, അതുകൊണ്ട് മുഖ്യമന്ത്രി ആര് എന്നുള്ളത് തീരുമാനം എടുക്കുന്നത് ഞങ്ങളാ തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു വലിയ വിമർശനം വന്നു. ഇത് മുസ്ലിം ലീഗിന് വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് വലിയ അതൃപ്തിയുള്ള ഒരാളെ, പ്രത്യേകിച്ചിട്ടും മുസ്ലിം ലീഗും ഒക്കെ ചേർന്ന ഒരു മുന്നണി കേരളം ഭരിക്കുന്ന സമയത്ത്, ഭരണം തുടങ്ങിയതേ ഉള്ളൂ, ഏതാണ്ട് അതിൻ്റെ മധുവിധ കാലം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ തന്നെ
ഇത്തരം ഒരാളിനെ KPCC അധ്യക്ഷനായി കൊണ്ടുവരുമോ എന്നുള്ള ചർച്ചയാണ് മറ്റൊരു ഭാഗത്തുള്ളത്. ഇപ്പം KC വേണുഗോപാലിന് താല്പര്യമുണ്ടെങ്കിൽ പോലും ഘടകകക്ഷികളുമായി നല്ല ബന്ധത്തിലല്ലാത്ത ഈ മാത്യു കുഴൽനാടനെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്നാൽ അത് വലിയ തിരിച്ചടിക്ക് കാരണമാവും എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത്. അപ്പം എല്ലാ നേതാക്കന്മാരും, എല്ലാ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള നേതാക്കന്മാരെല്ലാം വലിയ അതിശക്തമായ നീക്കങ്ങളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടത്തുന്നത്. പക്ഷേ ഇതൊക്കെ പരിഗണിച്ച് ഇനി ഇരട്ടപ്പദവി എന്നുള്ളതിനൊക്കെ ചില ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ, ഇളവുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഷാഫി പറമ്പിലേക്ക് വന്നുകൂടായികയില്ല. കാരണം ജൻസി വോട്ടർമാർക്കിടയിൽ ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു നേതാവാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ. കാരണം ഈ ഇലക്ഷനിലൊക്കെ ഏറ്റവും കൂടുതൽ ക്യാമ്പയിനിലൊക്കെ പങ്കെടുക്കുകയും വലിയ തരംഗമായി മാറുകയൊക്കെ ചെയ്ത നേതാവാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് ഷാഫി പറമ്പിൽ തന്ത്രജ്ഞൻ കൂടിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം KPCC അധ്യക്ഷനാവട്ടെ എന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ ആയിക്കൂടുകയില്ല. കാരണം KC വേണുഗോപാലിന് അദ്ദേഹത്തോട് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. KC വേണുഗോപാലിനെ പരസ്യമായി പിന്തുണച്ച മറ്റൊരു നേതാവ്, അദ്ദേഹം ഇപ്പം KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ പ്രസിഡന്റ് ആയിക്കൂടായികയില്ല. പക്ഷേ കെ മുരളീധരനെ പോലെയുള്ള നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, ഒന്ന്, പൂർണ്ണമായും KPCC അധ്യക്ഷനായിരിക്കുന്ന ഒരാളായിരിക്കണം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത്, അല്ലാതെ പാർട്ട് ടൈമായിട്ട് വരുന്നവരല്ല. കാലങ്ങളായിട്ട് പല ചുമതലയുള്ള ആളുകളാണ് ഈ KPCC അധ്യക്ഷനായിട്ട് വന്നിരുന്നത് എന്നുള്ളതാണ്. അപ്പം നേരത്തെ K സുധാകരനായിരുന്നു KPCC അധ്യക്ഷൻ. അദ്ദേഹം MP ആയിരിക്കെ തന്നെയാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത്. അദ്ദേഹം വീണ്ടും MP ആയി മത്സരിക്കുന്ന സമയത്ത് സ്ഥാനം കുറച്ച് സമയത്തേക്ക് എം എം ഹസൻ കൊടുക്കുകയും പിന്നീട് എം എം ഹസൻ്റെ ഇടയ്ക്ക് അത് ബലം പ്രയോഗിച്ച് തിരിച്ചു മേടിക്കുകയൊക്കെ ചെയ്യുന്ന ചരിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ മാത്രമല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവുമായിട്ട് നല്ല രസത്തിലായിരുന്നില്ല. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും ഒരു അങ്ങോട്ട് സ്വീകാര്യമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ കഴിഞ്ഞ തവണ ഒരു വർഷം മുന്നേ സ്ഥാനം മാറ്റി കുറച്ചും കൂടി സ്വീകാരനായ ഈ സണ്ണി ജോസഫിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിനെ പോലെ തന്നെ ഉള്ള ഒരാളിനെയാണോ കണ്ടെത്തുക, അല്ല കുറച്ചും കൂടി ചടുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരാളെയാണോ കണ്ടെത്തുക എന്നുള്ളതൊക്കെ കേരളം കാണാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും കോൺഗ്രസിന് ഭരണമുള്ള ഈ സമയത്ത് കോൺഗ്രസിനെ കുറച്ചും കൂടി, അല്ലെങ്കിൽ മന്ത്രിസഭയെ കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന, നല്ല നിലയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ആഗ്രഹിച്ച് കുപ്പായം തുന്നി 10 വർഷം കാത്തിരുന്ന അവസാനം ഭരണം വന്നപ്പോൾ അത് VD സതീശനിലേക്ക് പോയതിൻ്റെ വലിയ വിഷമത്തിൽ നിൽക്കുന്ന ഒരാൾ ഈ മന്ത്രിസഭയിലുണ്ട്. അത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ മുരളിയെയും രമേശ് ചെന്നിത്തലയും പോലെയുള്ള എല്ലാ നേതാക്കന്മാരെയും VD സതീശനെയൊക്കെ ഒരേപോലെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാനും ഒപ്പം തന്നെ ലീഗ് എന്ന പാർട്ടിയെയും ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ ബാധ്യസ്ഥയായ ഒരാളായിരിക്കണം KPCC അധ്യക്ഷനായി വരേണ്ടത്. എല്ലാ ആളുകളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുകയും എന്നാൽ കുറച്ചും കൂടി അബദ്ധങ്ങളിലേക്കൊന്നും സർക്കാർ പോയി ചാടാതെ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരാൾ കൂടി ആയിരിക്കണം. അല്ലെങ്കിൽ അവരെ പാർട്ടിക്ക് കൂടി നിയന്ത്രിക്കാൻ, സർക്കാരിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത് എന്നുള്ളതാണ് പാർട്ടിയിലുണ്ടാവുന്ന ചർച്ച. പക്ഷേ കോൺഗ്രസ് ഇതെങ്ങനെ സമവായം ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. കോൺഗ്രസിൽ ജാതി സമവായങ്ങൾ എല്ലാ സമവാക്യങ്ങളും CPM വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ഇപ്പം തന്നെ നമ്മൾ കണ്ടു. ഈ മന്ത്രിസഭ രൂപീകരിച്ച് എല്ലാ വകുപ്പുകളൊക്കെ ഓരോ ആളുകൾക്ക് കൊടുത്തപ്പോൾ പലരും ഭീഷണിപ്പെടുത്തി വകുപ്പുകൾ തിരിച്ചു മേടിക്കുന്നു. എന്നെ കൂടുതൽ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വകുപ്പുകൾ തിരിച്ചു മേടിക്കുന്നു. പൽകുമാറൊക്കെ വകുപ്പ് മേടിക്കുന്നത് അങ്ങനെയാണ്. ആദ്യം റവന്യൂ സണ്ണി ജോസഫിനായിരുന്നു, പിന്നീട് അനിൽകുമാർ അത് ഭീഷണിപ്പെടുത്തി മേടിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് മുരളീധരൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ഈ പല തരത്തിലുള്ള സാമുദായിക സമവാക്യങ്ങളൊക്കെ പാലിച്ച് ഓരോ വകുപ്പ് കൊടുത്തപ്പോഴാണ് ലീഗ് സമ്മർദ്ദം ചെലുത്തിയിട്ട് ഫിഷറീസ് മേടിക്കുന്നു. അപ്പം ഫിഷറീസ് മറ്റ് ആർക്കും കൊടുക്കാൻ പറ്റില്ലെന്നും അത് ലത്തീൻ സമുദായത്തിലുള്ള ഒരു MLAക്ക് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലത്തീൻ സമുദായ നേതാക്കന്മാർ രംഗത്തിറങ്ങുന്നു. അത് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾ സർക്കാരുമായി സഹകരിക്കില്ല എന്നവർ പറയുന്നു. അപ്പോൾ കഴിഞ്ഞ LDFന്റെ കാലത്ത് ലത്തീൻ സഭ അംഗമായിരുന്നില്ല ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ ആ സമയത്ത് ആരും ലത്തീൻ സഭയും കണ്ടിട്ടില്ല, ആരും കണ്ടില്ല. പക്ഷേ UDFന്റെ ഭരണം വരുമ്പോഴാണ് എല്ലാ ചെറിയ ചെറിയ സമുദായങ്ങൾ പോലും, നായന്മാർ ഒരു ഭാഗത്ത്, ഈഴവന്മാർ മറ്റൊരു ഭാഗത്ത്, ലത്തീൻ സഭ, റോമൻ കത്തോലിക്കര്, CSI സഭ എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള എല്ലാ സംഘടനകളും വലിയ സമ്മർദ്ദം ചെലുത്തുന്ന കാഴ്ച കൂടി കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് KPCC അധ്യക്ഷനെ നിയമിക്കുന്നത് അത് നമുക്ക് അറിയില്ല. ഏത് സമുദായത്തിനായിരിക്കും പ്രാധാന്യം നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും
KPCC അധ്യക്ഷനായിട്ട് വരേണ്ടത് കുറച്ചും കൂടി പ്രാപ്തിയുള്ള ഒരാളായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കോൺഗ്രസ് മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ആവേശത്തിൽ ഭരണത്തിൽ വന്നെങ്കിലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഭരണം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്ന സമയത്ത് അതിനൊക്കെ കൃത്യതയോടുകൂടി കൊണ്ടുപോകാൻ പറ്റുന്ന, എന്തെങ്കിലും ഒരു വിവാദം ഇടയ്ക്ക് വെച്ച് വന്നാൽ അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി നേതൃത്വം ഇല്ലെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് പെടും. പക്ഷേ അതിനേക്കാളും വലിയ പെടലാണ് കോൺഗ്രസിൽ ഈ ആര് എന്ന് കണ്ടെത്തൽ. ഇതിനി മാരത്തോൺ ചർച്ചയാണ് വരാൻ പോകുന്നത്. ഇപ്പം മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ വേണ്ടി 11 ദിവസം ചർച്ച ചെയ്തു. അതിനേക്കാളേറെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പോൾ ഈ ചർച്ച, ഈ ഭാരവാഹികളെ. പിന്നെ ഇതൊന്നും നോക്കാതെ കണ്ണടച്ച് ഏതെങ്കിലും ഒരു നേതാവിനെ പ്രഖ്യാപിച്ച് അതിലേക്ക് എത്തുക എന്നതാണ് കോൺഗ്രസിന് ചെയ്യാവുന്നത്. പക്ഷേ അവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും KC വേണുഗോപാലിന് താല്പര്യമില്ലാത്ത ആരും ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയില്ലാതാണ്. അതുകൊണ്ട് സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും എത്ര തന്നെ ചെക്ക് വിട്ടാലും ചിലപ്പോൾ അതൊന്നും ദേശീയ നേതൃത്വം അംഗീകരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ KCക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ KCയുടെ ആഭിമുഖ്യമുള്ള, KC പറഞ്ഞെടുത്ത് നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു നേതാവായിരിക്കും KPCC അധ്യക്ഷനായിട്ട് വരാൻ സാധ്യത. DCC അധ്യക്ഷന്മാരിലും വലിയ തർക്കങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് എറണാകുളത്തും ഒക്കെ DCC അധ്യക്ഷനെ നിയമിക്കേണ്ടതുണ്ട്. എറണാകുളത്ത് നിയമിക്കേണ്ടതുണ്ട്, കോട്ടയത്ത് നിയമിക്കേണ്ടതുണ്ട്, നിലമ്പൂരിൽ നിയമിക്കേണ്ടതുണ്ട്, കോഴിക്കോട് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ 7ഓളം DCC അധ്യക്ഷന്മാരെയാണ് കണ്ടെത്തേണ്ടത്. ഇത് നേരത്തെ തന്നെ മാറ്റാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഓരോ നേതാക്കന്മാരും ഓരോ DCCക്ക് വേണ്ടി നിലകൊള്ളുകയും അത് അവരെ മാറ്റാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചതോടുകൂടിയാണ് മാറ്റാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ ഇവിടെ മുഹമ്മദ് ഷിയാസിനെ മാറ്റാൻ പറ്റാതിരുന്നത് VD സതീശൻ്റെ ശക്തമായ എതിർപ്പും ഉണ്ടായിരുന്നു. കോഴിക്കോട് MK രാഘവൻ പ്രവീണിന് വേണ്ടിയിട്ട് നിലകൊണ്ടു എന്നുള്ളതുകൊണ്ട് പ്രവീണിനെ മാറ്റാൻ പറ്റിയില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും നിലമ്പൂരിൽ അദ്ദേഹം നിലമ്പൂർ ഇലക്ഷനിൽ സീറ്റ് വിട്ടുകൊടുത്താണ് VS ജോയി. അതുകൊണ്ട് VS ജോയിനെ ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ മറ്റ് ചില നേതാക്കന്മാർ, പക്ഷെ ഇവരെല്ലാം MLA മാരായിക്കുന്നു. അതുകൊണ്ട് തന്നെ DCC അധ്യക്ഷന്മാരായി പുതിയ ആൾക്കാർ വരും. അപ്പോൾ കോൺഗ്രസ് മൊത്തത്തിൽ കലുഷിതമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ KPCC സെക്രട്ടറിമാരെ നിയമിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ലിസ്റ്റ് അവിടെ ഉണ്ട്. ആ ലിസ്റ്റിൽ ഇനി എത്ര പേര് വരും, എത്ര പേര് വെട്ടിയെടുക്കും, ഇനി ജംബോ വലിയ കമ്മിറ്റിയാണോ വരാൻ പോകുന്ന അറിയില്ല. എന്തായാലും 150 പേരടങ്ങുന്ന ലിസ്റ്റ് അവിടെ പിന്നെ ACC നേതൃത്വത്തിൻ്റെ മുന്നിലുണ്ട്. അത് എത്രത്തോളം പേർ പരിഗണിക്കപ്പെടും, ആരൊക്കെ തള്ളപ്പെടും എന്നതൊക്കെ ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞു, ഇനി കോൺഗ്രസിനുള്ള കലാപങ്ങളുടെ കാലമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി കാണേണ്ടത്.